കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. തവ തിരുകൃപ കൂടാതെ മരുവിൽ ജീവിതമസാധ്യമേ. തവ തിരുകൃപ കൂടാതെ മരുവിൽ ജീവിതമസാധ്യമേ. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. ലോകത്തിൽ ഞാനായിടുമ്പോൾ പാപലോകമോഹങ്ങളോട് എതിർത്തു നിൽപ്പാൻ. ഈ ലോകത്തിൽ ഞാനായിടുമ്പോൾ പാപലോകമോഹങ്ങളോട് എതിർത്തു നിൽപ്പാൻ. പാപമന്യേ ജീവിച്ച പരിശുദ്ധനേ, കൃപമേൽ കൃപ തരിക. പാപമന്യേ ജീവിച്ച പരിശുദ്ധനേ, കൃപമേൽ കൃപ തരിക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം, ഐ വിൽ നോട്ട് റിമെമ്പർ their sins anymore. അവരുടെ പാവം ഇനി ഓർക്കുകയുമില്ല. സ്നേഹസ്വരൂപനായ പിതാവേ, ഞങ്ങളെ ആയുസിൻ്റെ ഒരു വിശുദ്ധ ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. ആത്മാവാൻ ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പൗലോസ് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം. Then he adds, I will not remember the sins anymore. I will not remember the evil things they have done. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയില്ല എന്നുകൂടി അരുളിച്ചെയ്യുന്നു. ആമേൻ. ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടോ? ഉണ്ടെങ്കിൽ നാം എത്രയും വേഗം ക്ഷമിക്കണമെന്ന് ദൈവവചനം നമ്മെ അനുശാസിക്കുന്നു. പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള കാരണം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത ഒരു മനസ്സാണ്. പലരും നമ്മളെ വേദനിപ്പിച്ചുണ്ടാകാം, മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവയൊക്കെയും നാം മറക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കർത്താവായ യേശു നമ്മെ പഠിപ്പിക്കുന്നു. നാം നമ്മുടെ പിതാവിൻ്റെ മുമ്പിൽ നീതിമാന്മാരാണോ? വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല. നമ്മുടെ എണ്ണമറ്റ പാവങ്ങളെ യേശു കാൽവരി മരണം മൂലം പുറത്തു തന്നില്ലേ? പാവത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നിത്യജീവൻ നൽകി മാറോടണച്ചില്ലേ? കുരിശിൽ കിടന്ന് തന്നെ നിന്ദിച്ചവർക്ക് വേണ്ടിയും വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചില്ലേ? അതുപോലെ നമ്മെ വേദനിപ്പിച്ചവരോടും മുറിവേൽപ്പിച്ചവരോടും നാം പൊറുക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, ഞാൻ പൊറുക്കും, പക്ഷെ ഞാൻ മറക്കില്ല. ഇത് ക്ഷമയിൽപ്പെടുകയില്ല. പൊറുക്കുകയും മറക്കുകയും ചെയ്യുന്നതാണ് ക്ഷമ. മറന്നില്ലെങ്കിൽ പൂർണ്ണമായി ആ വ്യക്തിയോട് നിരപ്പാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മുടെ കർത്താവ് നമ്മുടെ പാവങ്ങളെ പുറത്തു തന്നിരിക്കുന്നു. അവ പിന്നെയും ദൈവം ഓർക്കുന്നതേയില്ല. അവ ആഴിയുടെ ആഴങ്ങളിലേക്ക്, അതായത് ആഴക്കടലിലേക്ക് പൊന്തി വരാതെ വണ്ണം എറിഞ്ഞ് കളയുന്നു. അതാണ് കുറിവാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനവും
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 34 തിരുവചനവും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല. സർവശക്തനായ ദൈവം നമ്മുടെ പാവങ്ങളെ പുറത്ത് അവയെ വിസ്മരിച്ചു കളയുന്നുവെങ്കിൽ നാമും ഈ മാതൃക പിന്തുടരേണ്ടതല്ലേ? കർത്താവ് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കണം. കർത്താവ് നമ്മളോട് കരുണ കാണിച്ചതുപോലെ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണം. കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. ഹൃദയത്തിൽ കയ്പും വിദ്വേഷത്തിൻ്റെയും വേരുകൾ മുളച്ചു നിൽക്കുന്നുവെങ്കിൽ അവയെ പിഴുതുമാറ്റണം. കൈകൊണ്ട് പറിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ JCB വെച്ചെങ്കിലും മാന്തിക്കളയണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയില്ല, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയുമില്ല. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാലേ നമ്മുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടുകയുള്ളൂ. ഏതാനും ദൈവവചന ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 14-15 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഇനി അധികം സമയമില്ല, അധികം നാളുകളില്ല, അധികം ദിനങ്ങളില്ല. മത്തായിയുടെ സുവിശേഷം 6:14-15. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. വീണ്ടും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കൊലോസ്യ ലേഖനം 3 അധ്യായം 12-13. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ദൈവവചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഒരു പടി കൂടി അനുസരിച്ചാൽ അനുഗ്രഹമാണ്. എഫേസ്യ ലേഖനം 4:31-32 വാക്യങ്ങൾ. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അത് വലിയ ഒരു പ്രാർത്ഥനയും ശാസനയുമാണ്. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. സ്തോത്രം. ഇപ്രകാരമുള്ള തിരുവചന ഭാഗങ്ങൾ പലപ്പോഴും സോക്കോൾഡ് ദൈവവിശ്വാസികൾ, ദൈവമക്കൾ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കും. അതൊക്കെ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാന്നുള്ളത്. കിട്ടില്ല, സമയം കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഈ മരണമെന്ന് പറയുന്നത് എപ്പോ വേണേലും വരാം. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 21-22 വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, എന്റെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞത്, യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് പറഞ്ഞു. ഈ കർത്താവ് ഇപ്രകാരം ക്ഷമിക്കുന്നതുകൊണ്ടാണ് ഈ പുതിയ പ്രഭാതം കാണാൻ കഴിഞ്ഞത്. കയ്യിലിരിപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴേ പെട്ടിക്കേറി കിടക്കേണ്ട സമയം കഴിഞ്ഞു. റോമാലേഖനം 12 അധ്യായം 17-19 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള ദൈവമക്കളെ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് യേശു വ്യക്തമായി പറയുന്നു. നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിരപ്പാകണമെന്ന് മാത്രമല്ല, ആർക്കെങ്കിലും നമ്മോട് വിരോധമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് നിരപ്പാകണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് ആ തിരുവചന ഭാഗം? തായ് 5:23-24. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരനോട് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നൂൾക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ആമേൻ. എത്ര പേർക്ക് ഇങ്ങനെ ക്ഷമിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? സ്തോത്രം. ഇന്നിപ്പോൾ ആരാധനയ്ക്ക് പോകുന്നത്, ആരാധനയ്ക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയല്ലേ? ഇന്നലെ ഉണ്ടാക്കിയ വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടാണ് ആരാധന ആലയത്തിലേക്ക് പോകാൻ ഡ്രസ്സ് ചെയ്യുന്നത്. കുറഞ്ഞ പക്ഷേ ഒരു ഫോൺ കോൾ, കുറഞ്ഞ പക്ഷേ ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇല്ല, വെറുതെ ആരാധനയ്ക്ക് പോയിട്ട് കാര്യമില്ല, കർത്താവിനെ കാണാൻ പറ്റില്ല, കർത്താവിൻ്റെ കൃപ ലഭിക്കില്ലേ. അതുകൊണ്ട് മനസ്സിലെ സകല വെറുപ്പും കയ്പും യേശുവിൻ്റെ കൃപയാൽ എടുത്തു മാറ്റാം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച്
ദൈവീകമായ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരായി തീരാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു വിശുദ്ധ ദിനം കൊടുത്തതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്ത് ഒരുപടി കൂടി അനുഗ്രഹം പ്രാപിക്കുന്ന വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ നിന്നതല്ല, അവിടുന്ന് നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നൊന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. ഹൃദയം തുറന്ന് ക്ഷമിക്കുവാനും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും, ഹല്ലേലൂയ, അവിടുന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവിടുത്തെ മക്കളായി തന്നെ ജീവിക്കുവാൻ, അവിടുന്ന് ഞങ്ങളോട് 70 വട്ടം ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്കും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കളും പൂർണ്ണ സൗഖ്യം വന്നു ഇരിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. ഓരോ മക്കൾക്കും സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രാഷ്ട്രങ്ങളെയും പ്രസിഡന്റ്മാരെയും പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയും സൈന്യത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പെരുകി വരുന്ന കർത്താവെ, പ്രകൃതിക്ഷോഭങ്ങളാൽ അനേകം മക്കൾ ഭവനരഹിതരായി എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും കഴിയുന്ന അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ സമയത്ത് ആകാശത്തിലൂടെയും കരമാർഗത്തിലും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ സംരക്ഷണ മക്കളുടെ യാത്രയ്ക്ക് ചുറ്റുമുള്ളതിനായി സ്തോത്രം. സഞ്ചരിക്കുന്ന വാഹനത്തിന് ചുറ്റുമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നന്മയാൽ തിന്മയെ ജയിച്ചിടുവാൻ, സത്യത്തിൻ്റെ പാതയിൽ മുന്നേറിടാൻ. നന്മയാൽ തിന്മയെ ജയിച്ചിടുവാൻ, സത്യത്തിൻ്റെ പാതയിൽ മുന്നേറിടാൻ. നല്ല പോർ പൊരുതി ഓട്ടം തികപ്പാൻ കൃപമേൽ കൃപയരുൾക. നല്ല പോർ പൊരുതി ഓട്ടം തികപ്പാൻ കൃപമേൽ കൃപയരുൾക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. തവ തിരുകൃപ കൊണ്ടാതി മരുവിൽ ജീവിതമസാധ്യമേ. തവ തിരുകൃപ കൊണ്ടാതി മരുവിൽ ജീവിതമസാധ്യമേ. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ എന്നെ നിറയ്ക്ക. കൃപയാൽ എന്നെ നിറയ്ക്ക.